നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വൺ ലൈൻ കേൾക്കാം. കണക്കിൽ, അതായത് ഗണിതത്തിൽ വലിയ പുലിയായിട്ടുള്ള നമ്മുടെ ഹീറോയുടെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത മുറിയിൽ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ഒരു അസുലഭ മുഹൂർത്തത്തിൽ അവൾക്കൊരാളെ കൊല്ലേണ്ടി വരികയാണ്. എന്നാൽ അവളോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്ന നമ്മുടെ ഹീറോ ആ ഒരു കൊലപാതകം എങ്ങനെയും മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു കൊലപാതകം എങ്ങനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഒരു നാളത് പുറത്തു വരുമെന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഇതും പുറത്ത് വരുമോ ഇല്ലയോ എന്നാണ് ഈ സിനിമയിലൂടെ നമ്മളോട് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന സിനിമകളാണെങ്കിൽ ഹീറോ ഒരു കേസ് അല്ലെങ്കിൽ ഒരു കൊലപാതകം മറച്ചു വെക്കാനാണെങ്കിൽ പല പല പ്ലാനുകൾ ചെയ്യും. എന്നാൽ അതൊന്നും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. എന്നാൽ ഈ സിനിമയിൽ ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വരുന്നത് കുറച്ചുകൂടെ ബുദ്ധി കൂടിയിട്ടുള്ള ഒരാളാണ്. അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് മറച്ചു വെക്കാനായിട്ട് ഹീറോക്ക് പറ്റുമോ പറ്റില്ല എന്നെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ട്വിസ്റ്റുകൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കി. എന്നാൽ അതിൻ്റെ ട്വിസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുവരെ ചിന്തിച്ച് കൂട്ടിയൊക്കെ വെറുതെ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ മനസ്സുമായിട്ട് നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് ഇരുന്നാൽ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു നല്ല സിനിമ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് 2012 റിലീസ് ചെയ്ത പെർഫെക്റ്റ് നമ്പർ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അന്നേരം തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ചേച്ചിയും മകളും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പല്ലെല്ലാം തേച്ച് ഭക്ഷണം കഴിച്ച് ജോലിക്കായിട്ട് പുറത്തിറങ്ങും. ആള് വലിയൊരു കണക്കധ്യാപകനാണ്. കണക്കിൻ്റെ കാര്യത്തിൽ വലിയ പുലിയാണ്. എന്നിരുന്നാലും വലിയ നിലയിലൊന്നും എത്താനായിട്ട് പറ്റിയിട്ടില്ല. ഒരു സാധാരണ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. പോകുന്ന വഴിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കഫേയിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങുന്നുണ്ട്. എന്നാൽ ഈ കഫേയിൽ ഹീറോക്ക് ഭക്ഷണം കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ ഹീറോയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന മുറിയിലെ ചേച്ചിയാണ്. ആ ചേച്ചിയോട് ഹീറോക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. എന്നാൽ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ഇഷ്ടം തുറന്നു പറയുന്ന ഒഴിച്ചിട്ട് ആ ചേച്ചിയോടൊന്ന് സംസാരിക്കാൻ വരെ ഹീറോക്ക് പേടിയാണ്. അവളുടെ പേര് സുസുമി എന്നാണ്. അങ്ങനെ ഭക്ഷണമായിട്ട് അവൻ പുറത്തിറങ്ങുന്ന നേരത്ത് ആ കടയിലെ മുതലാളി ചേച്ചി പറയും, അവന് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവൻ്റെ കൂടെ ഒന്ന് ഡേറ്റിങ്ങിന് പോയിക്കൂടെ, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്ക്, എന്നിട്ട് കിട്ടിയാൽ പോരെ. അതിന് അവൾ പറയും, ആണുങ്ങളുടെ ഇഷ്ടവും നോട്ടമൊക്കെ എങ്ങോട്ടാന്ന് എനിക്കറിയാം, പിന്നെ അവനെപ്പോലെയുള്ള ഒരു മന്ദപ്പനെ ഞാൻ കല്യാണം കഴിച്ച് എന്ത് ചെയ്യാനാ, അവൻ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും പേടിയാ. അങ്ങനെ ഹീറോ സ്കൂളിലെത്തിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഹീറോയുടെ ക്ലാസ് ഒന്നും കേൾക്കുന്നില്ല. കാരണം സാധാരണ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഹീറോ കുറച്ചുകൂടെ കടുപ്പമുള്ള കണക്കുകളും അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവർക്കത് ഇഷ്ടപ്പെടുമോ? സാധാരണ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണക്കെടുക്കുന്ന സമയം കുട്ടികളെല്ലാവരും ഉറങ്ങുന്നതാണ് കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കടുകട്ടി കണക്കുകൂടെ ഇട്ട് കൊടുത്താൽ മക്കൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ അതിലൊരുത്തൻ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവൻ്റെ കഴിവിന് അവൻ മെച്ചപ്പെടുത്തി എടുക്കുന്നുണ്ട്. അവൻ ഗിറ്റാർ വായിക്കുകയാണ്. അത് കാണുന്ന ഹീറോ അവനോട് അത് എടുത്തു വെക്കാൻ പറയുമ്പോൾ അവൻ ഇല്ലാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഗിറ്റാറിൻ്റെ കോഡുകളും കണക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. അവന് സിമ്പിളായിട്ട് മനസ്സിലാവാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അവൻ അതും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് ഹീറോയുടെ അയൽവാസി സുസുമി ചേച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന നേരത്ത് ഭക്ഷണം എല്ലാം ചിതറി കിടക്കുന്നതാണ് കാണുന്നത്. പിന്നിലേക്ക് നോക്കുന്ന നേരം മകൾ എന്തോ ബോധം പോകാനുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് ശരിക്കും അവളുടെ മകളല്ല, അവളുടെ ചേച്ചിയുടെ മകളാണ്. അവൾ എന്തിനാണ് ചേച്ചിയുടെ മകളെ നോക്കുന്നതെന്ന് അറിയില്ല. ഈ സിനിമയിൽ പറയുന്നില്ല. പെട്ടെന്ന് തന്നെ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പാടുപെടുന്നുണ്ട്. എന്നാൽ അവളുടെ മുന്നിൽ തന്നെ ഹീറോയാണ് നിൽക്കുന്നത്. നമ്മുടെ ആൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലും. പെട്ടെന്ന് തന്നെ എത്തിയത് കൊണ്ട് അവൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. എന്നിരുന്നാലും ശ്വാസകോശത്തിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഇപ്പോൾ സംഭവിച്ചത്. എന്നാൽ നമ്മുടെ ഹീറോ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ അവളോട് സംസാരിക്കാൻ ഭയമായതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നെല്ലാം വാങ്ങിയിട്ട് ഒരു നഴ്സിനെ ഏൽപ്പിച്ചാണ് ഹീറോ അവിടുന്ന് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന നേരത്ത് ആ കഫേയിൽ ഉച്ചഭക്ഷണം വാങ്ങാൻ കയറുമ്പോൾ സുസുമി ചേച്ചി ആ കാശ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ വേണ്ടാന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഒച്ച പുറത്ത് വരുന്നില്ല. അങ്ങനെ ഭക്ഷണവും കാശും വാങ്ങിയിട്ട് സ്കൂളിൽ ചെന്ന് കുട്ടികളെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഒരു സ്വിമ്മിംഗ് പൂള് കുളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്തിനാണ് സ്വിമ്മിംഗ് പൂള് പോകുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുളിക്കുമോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്തായാലും നീന്തലും കഴിഞ്ഞ് മെല്ലെ മെല്ലെ ആടിപ്പാടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മെല്ലെ വീട്ടിലെത്താണ് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവാസി ചേച്ചി സുസുമിയുടെ ബെല്ല് ആരോ അടിക്കുന്നത്. ആരാന്നറിയാൻ ചെന്ന് തുറന്നു നോക്കുന്ന നേരം കാണുന്നത് അവളുടെ ഭർത്താവിനെയാണ്. ഭർത്താവുമായിട്ടുള്ള ജീവിതം അവൾ ഉപേക്ഷിച്ചതാണ്, ഡിവോഴ്സ് ചെയ്താണ്. എന്നിരുന്നാലും അയാൾ ഇപ്പോൾ അവളെ ഉപദ്രവിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾക്ക് 2 തല്ലും കൊടുത്ത് അവളെ മൂലയ്ക്ക് ഇരുത്തിയിട്ട് പറയും, നീ എന്ത് വിചാരിച്ചു എൻ്റെ അടുത്ത് നോടി രക്ഷപ്പെടാന്നോ? അതിനൊന്നും പറ്റില്ല മോളെ. ഇതെല്ലാം കണ്ട് സുസുമി പേടിച്ച് വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ചെല്ലുന്നത് യൂനയുടെ അടുത്തേക്കാണ്. യൂന ആരാന്ന് വെച്ചാൽ അവളുടെ ചേച്ചിയുടെ മകള്. അവളുടെ പേരാണ് യൂന. യൂനയെ കാണുമ്പോൾ തന്നെ അയാൾ കൊച്ച നീ ഇത്രയൊക്കെ വളർന്നു പോയോന്ന് ചോദിച്ച് അവളെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന നേരത്ത് സുസുമി വന്ന് അയാളെ പിടിച്ചു വെക്കും. അതിന്റെ ദേഷ്യത്തിൽ അയാൾ അവളെ പിടിച്ച് സോഫയിൽ കിടത്തി ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന നേരം ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ ഹീറോ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കാനോ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. അവരായി അവരുടെ പാടായി എന്നുള്ള രീതിയിലാണ് ഹീറോ അവിടെ ഇരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കെട്ടിയൻ സുസുമിയെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്ന നേരത്താണ് പിന്നീന്ന് യൂന ഒരു
കട്ടെടുത്ത് അയാളുടെ തലയിലിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നത്. കുറച്ചു നേരത്തേക്ക് അയാളുടെ ബോധം പോവുമെങ്കിലും പിന്നെ അയാൾ എഴുന്നേറ്റ് വരും. പണ്ടാരം. ഈ സമയത്തും ഹീറോ അവിടെ നടക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. അതങ്ങനെ ഒരു മനുഷ്യൻ. ഇവിടെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ അയാളെ എങ്ങനെയോ പിടിച്ചു കടത്തി ഇസ്തിരിപ്പെട്ടിയുടെ വയറ് വെച്ച് അങ്ങയുടെ കഴുത്തിൽ മുറുക്കിയിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്ന് വലിച്ച് കഴുത്ത് നെരിച്ച് അയാളെ കൊന്നുകളയും. അയാൾ മരിച്ചെന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ രണ്ടുപേർക്കും കൂടി ഒരു പേടി അങ്ങോട്ട് കയറി വരും. അപ്പോഴാണ് ബെല്ലാരും അടിക്കുന്നത്. ചെന്ന് നോക്കുന്ന നേരം ഹീറോ ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ഹീറോ മന്ദിച്ച് ചോദിക്കുന്ന നേരത്ത് അവൾ പറയും ഇവിടെ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ അവൾ പറയും ഞാനൊരു പാറ്റയെ കൊന്നാണ്. അങ്ങനെ ഹീറോയും പറഞ്ഞു വിട്ട് അവൾ തിരിച്ചു വന്ന് പോലീസിലേക്ക് വിളിക്കുകയാണ് പിടി കൊടുക്കാനായിട്ട്. എന്നാൽ യൂന പറയുന്നുണ്ട് നിങ്ങൾ പോലീസിനെ വിളിക്കല്ലേ, ഇതെല്ലാം ഞാനാണ് ചെയ്തതെന്ന് ഞാൻ പോലീസിനോട് പറയാം. അപ്പോഴാണ് പിന്നെ ആരോ ബെല്ലടിക്കുന്നത്. ചെന്ന് നോക്കുന്ന നേരത്ത് വീണ്ടും ഹീറോ എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ ആൾ പറയും നിങ്ങൾ പോലീസിനെ വിളിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നൊരു കാര്യം കേൾക്ക്, അത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചോ. സംഭവം ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഹീറോക്ക് മനസ്സിലായെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ഹീറോയെ അകത്തേ കയറ്റും. കെട്ടിയവൻ്റെ ബോഡി കാണുമ്പോൾ ഹീറോ ചോദിക്കും നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ഇയാൾ കൊന്നേ? അതിന് സുസുമി പറയും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് കൊന്നേ. പക്ഷേ ആ ബോഡി കണ്ടപ്പോൾ തന്നെ ഹീറോക്ക് മനസ്സിലായിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇയാളെ കൊന്നിരിക്കുന്നത്, അല്ലാതെ ഒരൊറ്റ ആൾക്ക് ഇയാളെ കൊല്ലാനൊന്നും പറ്റില്ല. എന്നിട്ട് അവരോട് പറയും നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കാനായിട്ട് സമ്മതിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സേഫാക്കി തരാം. ഇപ്പോഴാണ് ഹീറോ വിക്കും മുറിവൊന്നും ഇല്ലാതെ കൃത്യമായിട്ടൊരു വാക്ക് പറയുന്നത്. എന്നിട്ട് അയാളുടെ ബോഡി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ കീ കിട്ടും. എന്നിട്ട് അവരോട് രണ്ടുപേരോടും ചോദിക്കും നിങ്ങൾ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ? അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ അടുത്ത ദിവസം പോലീസുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു നദിക്കരയിൽ വെച്ചൊരു ഡെഡ് ബോഡി കിട്ടുകയാണ്. അത് അന്വേഷിക്കാൻ വരുന്നാവട്ടെ കിം എന്നൊരു ഡിറ്റക്റ്റീവും അങ്ങയുടെ അസിസ്റ്റന്റും കൂടെയാണ്. അവർ ആ ബോഡിയുടെ അടുത്ത് വന്ന് നോക്കും. കയ്യിലെ ഫിംഗർ പ്രിന്റ് എല്ലാം കരിച്ചു കളഞ്ഞിട്ടുണ്ട്. ബോഡി കണ്ടാൽ തന്നെ 2-3 ആഴ്ചയുടെ പഴക്കവും തോന്നിക്കുന്നുണ്ട്. മാത്രമല്ല അയാളുടെ മുഖം മനസ്സിലാകാതിരിക്കാനായിട്ട് വെട്ടി വികൃതമാക്കി വെച്ചിട്ടുണ്ട്. പോലീസുകാർക്ക് ഈ ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇനി കുറച്ച് പാടാണ്. എന്നിരുന്നാലും കിമ്മും അസിസ്റ്റന്റും കൂടെ അവിടെ നിന്ന് വേറെന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കുന്ന നേരത്ത് ഒരു സൈക്കിൾ എടുക്കുന്ന കാണാം. അതുമാത്രമല്ല ഈ മരിച്ചിരിക്കുന്ന ആളുടെ ഡ്രസ്സുകളെല്ലാം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കൊട്ടയിൽ വെച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ അത് ചെക്ക് ചെയ്ത് നോക്കുന്ന നേരത്ത് അയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ താക്കോൽ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ അയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അവിടെ ഉണ്ടായിരുന്ന വാടക കൊടുത്തിരുന്ന ആളോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും എനിക്ക് ഇവനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, വരും പോകും അത്രമാത്രം. അതിനകത്ത് കയറിയിട്ടും പോലീസുകാർ കിട്ടുന്ന തെളിവുകളെല്ലാം ശേഖരിച്ച് വെക്കും. അങ്ങനെ പോലീസുകാർക്കെല്ലാം ഏകദേശം ഒരു ധാരണ കിട്ടി. മരിച്ചിരിക്കുന്ന ആൾ 36 വയസ്സുള്ള ചൊൾമിൻ എന്ന് പറയുന്നയാളാണ്. ചൊൾമിൻ എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, അങ്ങേരുടെ പേര് അങ്ങനെ തന്നെയാണ്. ആ മുറിയിൽ വെച്ച് കിട്ടിയ ഒരു മുടിയുടെ DNA-യും അതുപോലെ ആ കിട്ടിയിരിക്കുന്ന ബോഡിയുടെ DNA-യും മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് രണ്ടും ഒരാളുടെ തന്നെയാണെന്ന് ഉറപ്പിച്ചു. പിന്നെ ഇയാൾ മരിച്ചിരിക്കുന്നത് ചൂടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വയറ് അത് കഴുത്തിൽ കുടുങ്ങി വരിഞ്ഞ് ടൈറ്റായാണ് അങ്ങനെ മരിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പോലീസുകാർ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ചീഫ് ചോദിക്കും ചൂടാക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വയറാണ് കഴുത്തി കുടുങ്ങിയെന്ന് എങ്ങനെയാ നിനക്ക് പറയാൻ പറ്റിയ? അന്നേരം അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കും ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇസ്തിരിപ്പെട്ടിക്കൊക്കെ ഇതുപോലെയുള്ള വയറാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് തന്നെയാണ്, ഇസ്തിരിപ്പെട്ടിയുടെ വയർ ഉപയോഗിച്ച് തന്നെയാണ് ഇങ്ങനെ കൊന്നിരിക്കുന്നത്. അന്നേരം ഡിറ്റക്റ്റീവ് കിമ്മ് പറയും അങ്ങേര് രാത്രി 7:36 വരെ ജീവനോട് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് മരിക്കുന്നത്. അതെങ്ങനെ നിനക്കുറപ്പിക്കാൻ പറ്റുമെന്ന് ചീഫ് അവനോടും ചോദിക്കുമ്പോൾ കിമ്മ് പറയും ക്രൈം സ്പോട്ടിൽ വെച്ചിട്ട് ഒരു പഞ്ചറായിട്ടുള്ള സൈക്കിൾ കിട്ടിയിരുന്നു. ഇതുപോലുള്ള സൈക്കിൾ വാടകയ്ക്കായിട്ട് കൊടുക്കുന്ന സൈക്കിളുകളാണ്. നമ്മുടെ വീടിരിക്കുന്ന റെസിഡൻസിന്റെ നമ്പർ വെച്ച് നമുക്ക് ഏത് ജില്ലയിൽ നിന്നും ഇതുപോലെ സൈക്കിളുകൾ റെന്റിന് എടുക്കാൻ പറ്റും. ഞങ്ങൾ ഈ സൈക്കിൾ റെന്റിനെടുത്ത കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ വൈകുന്നേരം 7:36 അങ്ങനെ അവിടെ നിന്ന് സൈക്കിൾ വാങ്ങി പോകുന്നത്. എന്നാൽ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ആരെയാണ് സംശയം എന്ന് ചീഫ് ചോദിക്കുമ്പോൾ കിമ്മ് പറയും എനിക്ക് അയാളുടെ ഭാര്യയെ തന്നെയാണ് സംശയം. അവിടുന്ന് കട്ട് ചെയ്ത ഡിറ്റക്റ്റീവ് കിമ്മും അസിസ്റ്റന്റും കൂടെ സുസുമിയുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, അതൊരു കൊലപാതകമായിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് ഞെട്ടും. ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞെന്നുള്ള മട്ടിലാണ് അവൾ ഇരിക്കുക. അത് കാണുന്ന കിമ്മ് ചോദിക്കും നിങ്ങൾ അയാൾ ഇതടുത്തെങ്ങാനും കണ്ടിരുന്നോ? ഇല്ല, ഞാൻ അയാളുമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം സിയോളിൽ നിന്ന് ഇങ്ങോട്ട് പോരാണ് ചെയ്തത്, പിന്നെ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണ് പരിക്ക് പറ്റിയിരിക്കുന്നതെന്ന് കിമ്മ് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് പറ്റിയാണ്. കഴിഞ്ഞ 9-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ അന്ന് ജോലി ചെയ്യായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഒരു സിനിമ കാണാനായിട്ട് പോയി. എന്തായാലും അവളോടുള്ള ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങുന്ന നേരത്ത് ഡിറ്റക്റ്റീവ് കിമ്മിനാണെങ്കിൽ അവളെ ഒടുക്കത്തെ സംശയം, പെരുത്ത സംശയം. അവളുടെ കള്ളലക്ഷണം, കയ്യിലെ മുറിവ് ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് അവൾ തന്നെയാണ് കൊല ചെയ്തിരിക്കുന്നതെന്ന് കിമ്മ് പറയുമ്പോൾ അസിസ്റ്റന്റ് പറയും അതെങ്ങനെയാണ് കയ്യിലെ മുറിവ് വെച്ചിട്ട് ഒരാൾ കൊല ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പറ്റുക? സ്വാഭാവികമായിട്ടും അതൊക്കെ പറ്റിക്കൂടെ? ഇത് കേൾക്കുന്ന കിം അവൻ്റെ തലക്കിട്ട് ഒരു മുട്ടും കൊടുത്ത് പറയും നീ എങ്ങനെയാണോ എന്നെപ്പോലെ ഒരു ഡിറ്റക്റ്റീവ് ആവാൻ പോകുന്നത്? കിമ്മാണെങ്കിൽ അസിസ്റ്റന്റിനെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് മാത്രമല്ല കാണുന്നത്, ഒരു കൂട്ടുകാരനായിട്ടാണ്. അവർ സംസാരിക്കുക അതുപോലെ തന്നെയാണ്. അപ്പോഴാണ് ഇവിടെ ഹീറോ സുസുമിയെ കോൾ ചെയ്യുന്നത്. നീ പോലീസുകാരോട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സംസാരിച്ചു, വേറെ ഒന്നും ചോദിച്ചില്ല. പിന്നെ നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം ഒരു മെഷീനെ പോലെ ഉത്തരം തരിക, അല്ലാതെ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. നമ്മളെ പോലീസുകാർ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. പോലീസുകാർ സിനിമയെ പറ്റി വല്ലതും ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതേ ചോദിച്ചു, പക്ഷേ ടിക്കറ്റ് ചോദിച്ചില്ല, നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ടിക്കറ്റ് ചോദിക്കാതെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടതെന്ന്. നമ്മുടെ ആൾ പറയും അതെ അങ്ങനെ തന്നെ. എന്നാൽ ആ ടിക്കറ്റ് നിങ്ങളിപ്പോൾ
ഇപ്പോൾ എവിടെയാണ് വെച്ചെങ്കിലും അത് മടക്കിയിട്ട് വേസ്റ്റ് ബിന്നിലോ വീടിൻ്റെ അവിടെ എവിടെയായിട്ട് കൊണ്ടുവെക്കുക. ടിക്കറ്റുകളൊന്നും ആരും സൂക്ഷിച്ച് വെക്കില്ല. അവർ വന്ന് ചോദിക്കുമ്പോൾ മാത്രം അതെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. അടുത്ത ദിവസം ഡിറ്റക്റ്റീവ് സുസുമിയുടെ ഭർത്താവിനെ അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അയാളെക്കുറിച്ച് ചോദിക്കും. അയാൾ ഇതടുത്തെങ്ങാനും ഈ ഒരു ഭാഗത്തേക്ക് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും വന്നിരുന്നു. എന്നിട്ട് സുസുമിയുടെ വീട് എവിടാന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? അതിന് ചേച്ചി പറയും ഞാനൊരു പൊട്ടത്തിയായിരുന്നേ കാണിച്ചു കൊടുത്തേനെ. വെറുതെ അവളുടെ അടുത്തേക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ ജീവിതം കുളം തോടാനോ? കുറേ കാലം അവൾ എങ്ങനെയോ അവനെ സഹിച്ചു. എന്നിട്ട് ഞാൻ അവളുടെ വീട് കാണിച്ചു കൊടുക്കാനോ? എന്നെ കൊണ്ട് പറ്റൂല. ഇതെല്ലാം കേൾക്കുന്ന ഡിറ്റക്റ്റീവ് വീണ്ടും സുസുമിയുടെ അടുത്ത് വന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യാമെന്ന് വിചാരിക്കും. അവളുടെ റൂമിലെത്തിയിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോയിട്ടുണ്ടെന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നത്? അങ്ങനെയാണെങ്കിൽ ആ സിനിമയുടെ ടിക്കറ്റ് ഒന്ന് കാണിച്ചു തരുമോ? അവളാണെങ്കിൽ ഹീറോ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചാടിക്കേറി എടുത്ത് കാണിച്ചു കൊടുക്കാതെ അവിടെ പേഴ്സിൽ ചെന്ന് നോക്കും. എന്നാൽ അതിൽ കാണുന്നില്ല. അവൾ പിന്നെ അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ നോക്കുന്ന നേരത്താണ് ടിക്കറ്റ് കിട്ടുന്നത്. അങ്ങനെ അവർ ആ ടിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന നേരത്ത് യൂനയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. അവൾ ഇതെല്ലാം കേട്ട് പേടിച്ചിട്ട് അവളുടെ മൂക്കിൽ നിന്ന് ചോര വരികയാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ അവൾക്ക് എന്തോ ഒരു അസുഖമുള്ള കാര്യം. അതും അതിൻ്റെ ഇടയിലേക്ക് ഇതും കൂടെ ആയപ്പോൾ അവൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചാണ്. എന്തായാലും അവളോടുള്ള ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് കിം പുറത്ത് വരുമെങ്കിലും അവൻ ഇപ്പോഴും അവളോടുള്ള സംശയം ഇതുവരെ മാറിയിട്ടില്ല. ഇനിയെങ്ങാനും അവളുടെ അയൽവാസിയുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമോ എന്ന് അറിയാനായിട്ട് അവർ രാത്രി സമയത്ത് കാർ അവിടെ കൊണ്ടുപോയി നിർത്തും. അവൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് അവർ നോക്കി നിൽക്കുന്ന നേരത്താണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഹീറോയെ കാണുമ്പോൾ തന്നെ കിമ്മിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കാർ ഓഫ് ചെയ്ത് അവന്റെ തലക്കിട്ട് ഒരു അടിയും കൊടുത്ത് എടാ പൊട്ടാ നീ എന്താണോ കാണിക്കുന്നത്? നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കും. എന്നാൽ ഇവിടെ കാർ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേൾക്കുന്ന ഹീറോക്ക് മനസ്സിലായി അവരെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. തൊട്ടു പിന്നാലെ തന്നെ സുസുമിയാണെങ്കിൽ സംസാരിക്കാനും വരുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ മെയിൽ ബോക്സ് വെക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലും. പോലീസുകാർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി ഒരു അക്ഷരം പോലും വേണ്ടി പോരുതെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ എന്തോ ഒന്ന് വെച്ചു കൊടുത്ത് അവർ രണ്ടുപേരും കൂടെ തിരിച്ച് റൂമിലേക്ക് തന്നെ ചെല്ലും. അവർ തമ്മിൽ ഒരു പരിചയം ഇല്ലാത്തവരെ പോലെയാണ് റൂമിലേക്ക് കയറി ചെല്ലുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ കിം സുസുമിയുടെ റൂമിലേക്ക് ചെല്ലും. അവളോട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. യോനയോട് ചോദിക്കും നീയാണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത്? അതിന് അവൾ പറയും ആൻറ്റി അത് എനിക്ക് ഒരിക്കലും തരാറില്ല. ആൻറ്റി തന്നെയാണ് അത് ബുക്ക് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ അവളുടെ കൂട്ടുകാരിയെക്കുറിച്ചും കിം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവിടെ നിന്നും ഒരു സലാമിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹീറോയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. വാതിലിന് മുട്ടി ഹീറോ വാതിൽ തുറക്കുന്ന നേരത്താണ് കിമ്മിന് മനസ്സിലാവുക കിമ്മിന്റെ കൂടെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന ആളാണ് ഹീറോ. ഹീറോയുടെ ഇരട്ടപ്പേരായിട്ടുള്ള പൈതഗോറസ് എന്നുള്ള പേരും വിളിച്ചാണ് അവൻ ഹീറോയെ പുറത്തേക്ക് ഇറക്കുക. അങ്ങനെ അവർ പുറത്ത് പോയിട്ട് ഒരു ബാറിൽ ചെന്നിരുന്ന്, ബാറിലല്ല ഒരു ഹോട്ടലിൽ ചെന്നിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കും. അങ്ങനെ അവർ കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്ത് കിമ്മു പറയും അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നിന്റെ അയൽവാസി ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഹീറോ തിരിച്ച് നടക്കാൻ നേരം വീണ്ടും ഹീറോയുടെ ഇരട്ടപ്പേരായിട്ടുള്ള പൈതഗോറസ് എന്നുള്ള വിളിയും വിളിച്ചാണ് അവൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വേഗത്തിൽ നടക്കുന്ന ഹീറോ സുസുമിയുടെ വീടിന്റെ തൊട്ട് മുന്നിലെത്തുമ്പോൾ അവൾ വാതിലും തുറന്ന് പെട്ടെന്ന് വന്ന് ചോദിക്കും അവർ നിന്നോട് എന്താ സംസാരിച്ചേ? നമ്മുടെ ആൾ പറയും അവരിപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവൾക്ക് കടം കൊടുക്കാനുള്ളതുപോലെ, കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാനുള്ളതുപോലെ കുറച്ച് കാശും കൊടുത്തിട്ട് റൂമിലേക്ക് കയറി ചെല്ലും. ഹീറോ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു. കിം അവന്റെ അസിസ്റ്റന്റിന്റെ കൂടെ ഹീറോ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കായിരുന്നു. കിം പറയും ഇതൊരു ഗോർഡുബാഹ് സിദ്ധാന്തം പോലെയാണ്. ഗോർഡുബാഹ് സിദ്ധാന്തം എന്താന്ന് വെച്ചാൽ എന്തേലും ഒരു കാര്യത്തിൽ നല്ല സംശയമുണ്ട്, പക്ഷെ അതാണെങ്കിൽ തെളിയിക്കാനും പറ്റുന്നില്ല. അതാണ് ഗോർഡുബാഹ് സിദ്ധാന്തം. എന്നാൽ ഈ സിദ്ധാന്തങ്ങളെ കുറിച്ചെല്ലാം കിമ്മിന് പറഞ്ഞു കൊടുത്തത് ഹീറോയാണ്. അന്നേരം അസിസ്റ്റന്റ് ചോദിക്കും ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കുമോ ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക? കിം പറയും അവനൊരിക്കലും ഇതുപോലെ ഒരു കൊലപാതകം ചെയ്യാൻ പറ്റില്ല. അവൻ ആകെ അറിയുന്നത് കണക്കാണ്, അത് കഴിഞ്ഞ് അവന് വേറെ ഒന്നുമില്ല. അപ്പോഴാണ് കിമ്മിന് ഹീറോയെ പണ്ട് സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയ കാര്യം ഓർമ്മ വരുന്നത്. അന്ന് സ്കൂളിൽ ഏതോ ഒരു കല്ലിൽ ഹീറോ ഇരിക്കുന്ന നേരത്ത് കിം ഹീറോയുടെ അടുത്ത് വന്ന് ചോദിക്കും നീ നിന്റെ ഈ കമ്പ്യൂട്ടർ തല വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് നമ്മുടെ ആൾ പറയും നീ ഗോൾഡുബാഹ് സിദ്ധാന്തത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശരിക്കും ഗോൾഡുബാഹ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മാത്സിലുള്ള ഒരു പ്രോബ്ലമാണ്, ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്തൊരു പ്രോബ്ലമാണ്. അതായത് രണ്ടിന് മേലെയുള്ള ഏതൊരു സംഖ്യയും രണ്ട് അഭാജ്യ സംഖ്യകളുടെ ആകെ തുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് 300 വർഷത്തോളമായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ടാണ് ഹീറോ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് കിം ചോദിക്കും നിനക്ക് ഈ പ്രണയത്തിന്റെ രുചി എന്താണെന്നറിയോ? അതെനിക്കറിയില്ല എന്ന് ഹീറോ പറയുന്ന നേരത്ത് താഴെ ഉണ്ടായിരുന്ന ഒരു ലില്ലിപ്പൂവ് എടുത്ത് അവൻ ഹീറോയുടെ വായിൽ വെച്ചു കൊടുക്കും. അത് ചവച്ച് നോക്കുന്ന നേരത്താണെങ്കിൽ അതിന് പെരുത്ത കയ്പ്, അത് എവിടെയെങ്കിലും തുപ്പി കളയാനായിട്ട് പിന്നെ അവിടെ നിന്ന് ഹീറോ ഓടിപ്പോവുകയാണ്. കിം ശരിക്കും പറയാൻ ഉദ്ദേശിച്ചത് പ്രണയത്തിന് കയ്പാണെന്നാണ്. എന്തായാലും ഓർമ്മകളിൽ നിന്നൊക്കെ തിരിച്ചു വന്നാൽ അടുത്ത ദിവസം രാത്രി ഹീറോ ഫോണിൽ സുസുമിയെ വിളിക്കുകയാണ്. അന്ന് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പോലീസുകാർ യോനയോട് എന്തോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാനാണ് ഹീറോ പോയി വിളിച്ചിട്ടുള്ളത്. അവൾ പറയും പോലീസുകാരൻ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു, ഇതിലുള്ള ആളെ അറിയുമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. കൂടെ തന്നെ എൻ്റെ കൂട്ടുകാരിയെ കുറിച്ചും ചോദിച്ചു. എന്നാൽ ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞിരുന്നു ഞങ്ങൾ സിനിമക്ക് പോയിരുന്ന കാര്യം. അതുകൊണ്ട് പോലീസുകാർ ചോദിച്ചാൽ അവൾ ഞങ്ങൾ സിനിമക്ക് പോയിന്ന് മാത്രമേ പറയൂ. അത് കേൾക്കുന്ന ഹീറോ കറക്റ്റ്, ഇതുവരെ ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പോലീസുകാർ ഇനിയും നിന്നെ ചോദ്യം ചെയ്യാനായിട്ട് വരും. ആ സമയത്ത് നീ എന്ത് ജോലിയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പോലീസുകാർക്ക് പെട്ടെന്ന് ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. അതേസമയത്ത് കിം സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്ന മാളിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന CCTV ഫൂട്ടേജ് എല്ലാം എടുത്തിട്ട് ഓഫീസിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ
കൂടെ അന്ന് സിനിമ കാണാനായിട്ട് സുസുമിയും അവളുടെ കൂടെ മകളും കൂടെ വന്നിരുന്നോ എന്ന് നോക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്കത് കാണാൻ പറ്റും. അവർ സിനിമ കാണാനായിട്ട് വന്ന് ലിഫ്റ്റിൽ കയറുന്നു. അതുപോലെ തന്നെ സിനിമ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന എല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മേലെയുള്ള ഭാഗത്തേക്ക് സുസുമി കയറി വന്നിട്ടുണ്ട്. ഹീറോയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നാളെ രാവിലെ പോലീസുകാർ അവളുടെ നുണ പരിശോധന വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പിടിക്കപ്പെടും, അതിനു മുന്നേ ഞാൻ പിടികൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ കരയാണ്. കാരണം നാളെ പോലീസുകാർ നുണ പരിശോധനയിൽ അവളെ പിടിക്കുകയാണെങ്കിൽ അവൾക്ക് ശിക്ഷയിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോഴേ പോയിട്ട് പോലീസുകാർക്ക് പിടികൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമെന്നാണ് അവൾ വിചാരിക്കുന്നത്. മാത്രമല്ല യോനക്ക് കുറേ കാലം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരില്ലല്ലോ. ഇതെല്ലാം പറഞ്ഞ് അവൾ കരയാണ്. പോലീസുകാരെല്ലാവരും എന്താ 9-ാം തീയതിയെക്കുറിച്ച് ചോദിക്കുന്നത്, അതെന്താ നിങ്ങൾക്കറിയോ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ഹീറോ പറയുന്നത്. എന്തായാലും നാളെ നുണപരിശോധനയ്ക്കായിട്ട് ചെല്ലുക. അവർ ചോദിക്കുന്നതിനെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള മറുപടി കൊടുക്കുക. ഇതിൽ നമ്മൾ വിജയിച്ചാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അടുത്ത ദിവസം അവളുടെ നുണപരിശോധനയാണ് നടക്കുന്നത്. അവളോട് ചോദ്യം ചെയ്യാനായിട്ട് വന്ന എക്സാമിനർ, ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നയാൾ എക്സാമിനർ എന്നാണ് പറയുക. എന്തായാലും അയാൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ ഒരു പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ല എന്ന് പറയും. അപ്പോൾ മീറ്റർ റീഡിങ് കറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നിന്റെ പേര് ചുങ്ങോ മിങ്ങിണിയാന്ന് പറയുമ്പോൾ അവൾ അതിനും അല്ല എന്ന് പറയും. ശരി, അവളുടെ പേര് അതല്ല. അതുകൊണ്ട് മീറ്റർ റീഡിങ്ങിൽ അവൾ ഇപ്പോഴും സത്യമാണ് പറയുന്നതെന്നാണ് കാണിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം ചെയ്യൽ തുടങ്ങുന്നത്. കഴിഞ്ഞ 9-ാം തീയതി നിന്റെ ഭർത്താവ് നിന്നെ തെരഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിൽ വന്നിരുന്നു. അവൾ ഇല്ലാന്ന് പറയും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു സിനിമ കാണാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അവൾ അതേന്ന് പറയും. കഴിഞ്ഞ നവംബർ 9-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനും ഇല്ലാന്ന് പറയും. എന്നാൽ ഇതുവരെ മീറ്റർ റീഡിങ് ശരിയായിട്ടാണ് കാണിക്കുന്നത്. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന കിം അകത്തേ കയറി വന്ന് അവളോട് ചോദിക്കും, നീയല്ല നിന്റെ കെട്ടിയനെ കൊന്നേ? അവൾ ഇല്ല എന്ന് പറയുന്ന നേരത്തെ മീറ്റർ റീഡിങ്ങിൽ അവൾ നുണയാണ് പറയുന്നതെന്ന് കാണിക്കും. കണ്ടില്ലേ, അവൾ നുണയാണ് പറയുന്നതെന്ന് കിം പറയുമ്പോൾ എക്സാമിനർ പറയും, ഒരാളോട് ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് നിന്നാൽ മീറ്റർ റീഡിങ്ങിൽ ഇങ്ങനെ മാത്രമേ കാണിക്കൂ. പിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട, ഞാനാണ് എക്സാമിനർ, എനിക്കറിയാം ചോദ്യം ചോദിക്കാൻ. അന്ന് അവിടെ കിം പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. കാരണം അവൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് പോലീസുകാർ തന്നെ അവളെ തിരിച്ച് വീട്ടിലാക്കി. അങ്ങനെ അവൾ വീട്ടിലേക്ക് കയറുന്ന നേരത്താണ് ഹീറോ താഴേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം നന്നായിട്ട് അവസാനിച്ചെന്ന് പറയുമ്പോൾ ഹീറോ ഒരു പുഞ്ചിരിയോടെ പറയും, നിങ്ങൾ നന്നായിട്ടെല്ലാം ചെയ്തു. അവരവിടെ കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ സുസുമി റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാനിരിക്കും. അന്നേരം യോന ചോദിക്കും, നിങ്ങൾ അങ്കിളിനെ വിളിച്ചില്ലേ? നമുക്ക് ഇത്രയെല്ലാം ചെയ്തു തന്നാൽ അങ്കിളിനെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുന്ന നേരത്ത്, സോറി ഞാൻ മറന്നുപോയി, നമുക്ക് അടുത്ത തവണ വിളിക്കാമെന്ന് പറയും. വൈകുന്നേരം ഹീറോ വേസ്റ്റുകളെല്ലാം വേസ്റ്റ് ബിന്നിൽ വേർതിരിച്ചിട്ടുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് യോന അങ്ങോട്ട് വരുന്നത്. അവൾ അടുത്ത് വന്നിട്ട് ഹീറോയോട് ചോദിക്കും, നിങ്ങൾക്ക് ആൻറ്റി ഇഷ്ടമാണല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ആൻറ്റിയെ ഈ കേസിൽ നിന്ന് രക്ഷിച്ച്? എന്നാൽ ഇതിനൊന്നും ഹീറോ മറുപടി കൊടുക്കുന്നില്ല. അവൾ തിരിച്ചു പോകാൻ നേരത്ത് പറയും, നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് ആൻറ്റി അവിടെ കാത്തി നിൽക്കുകയാണെന്ന്. അത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ വേസ്റ്റുകളെല്ലാം അതിലേക്ക് തട്ടിയിട്ടിട്ട് അവളുടെ തലക്കിട്ടൊരു തട്ടും കൊടുത്തിട്ട് നാണത്തിൽ അവിടുന്ന് കുടുങ്ങി പോകും. എന്നിട്ട് അടുത്ത ദിവസം കഫേയിലേക്ക് ഉച്ചഭക്ഷണം വാങ്ങാനായിട്ട് ചെല്ലുന്ന നേരത്ത് അവൾ പറയും, നിങ്ങൾ ഇന്ന് മറ്റൊരു സാധനമാണ് കഴിക്കേണ്ടത്. എന്നിട്ട് വലിയൊരു പേക്ക് ഹീറോയുടെ മുന്നിൽ വെച്ചെടുക്കും. അതും കൊണ്ട് സ്കൂളിൽ വന്ന് കഴിക്കാൻ തുറന്നു നോക്കുന്ന നേരത്താണ് ഹീറോക്കായിട്ട് അവൾ അതിലൊരു കത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് അവൾ അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. കൂടെ തന്നെ അവൾ അതിലൊരു കമ്പിളിയുടെ ഷാളും ഹീറോക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആൾ സന്തോഷത്തിൽ ആ കത്തെടുത്തിട്ട് അവന്റെ കണക്ക് പുസ്തകത്തിലേക്ക് എടുത്തു വെക്കും. ആ കണക്ക് പുസ്തകത്തിന്റെ പേര് കണ്ടില്ലേ, ദ പെർഫെക്റ്റ് നമ്പർ, ഈ സിനിമയുടെ പേര്. അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ മരിച്ചു പോയിരിക്കുന്ന കെട്ടിയോന്റെ ഫോട്ടോ നോക്കിയിട്ട് അസിസ്റ്റന്റ് പറയാണ്, നിന്നെ ആരാ കൊന്നേ? ആരാടാ നിന്നെ കൊന്നേ? അതൊന്ന് പറഞ്ഞു തന്നൂടെ? തൊട്ടടുത്തിരിക്കുന്ന കിം അവന്റെ തല പിടിച്ച് മോണിറ്ററിലേക്ക് കാണിച്ചു കൊടുക്കും. അവള് തന്നെയാണ് കൊന്നേ, കണ്ടാ മനസ്സിലാവില്ലേ? ആ CCTV ഫൂട്ടേജിൽ സിനിമ കാണാൻ വന്നിരിക്കുന്ന എല്ലാവരുടെ മുഖത്ത് നല്ലൊരു സന്തോഷം കാണാം. എന്നാൽ അവളുടെ മുഖത്ത് മാത്രം അതുപോലെ ഒരു സന്തോഷം കാണുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് കഫേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുസുമിയുടെ അടുത്തേക്ക് ഒരാൾ കയറി വരുന്ന കാണാം. അതാരാന്ന് വെച്ചാൽ അവളുടെ ചേട്ടനോ അനിയനോ ഒന്നുമല്ല, അവളുടെ കാമുകനായിരുന്നു. എന്നാൽ അവരിപ്പോൾ അത്ര നല്ലതുപോലെയല്ല. എന്തായാലും അവൻ അവിടെ വന്നിരുന്ന് നിനക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതെല്ലാം സോൾവ് ആയി. നീ എന്തിനാ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നമ്മൾ പരസ്പരം ഇനി കാണില്ല എന്ന് പറഞ്ഞല്ലേ? ശരിക്കും അവർ തമ്മിൽ പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് അവൾ അവനോട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. അതേസമയത്ത് തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. വീട്ടിൽ നിൽക്കുന്ന ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്ന നേരത്താണ് സുസുമയുടെ സൈക്കിൾ മഴയത്ത് നനയുന്ന കാണുക. പെട്ടെന്ന് തന്നെ അതെടുത്ത് അകത്തേക്ക് തിരിച്ചു വെക്കുന്ന നേരത്താണ് അവളുടെ കാമുകന്റെ കൂടെ അവൾ അവിടെ വന്ന് ഇറങ്ങുന്ന കാണുക. നല്ല മഴ പെയ്യുന്നതുകൊണ്ടാണ് അവൻ അവളെ ഇവിടെ കൊണ്ടുവന്നിറക്കിയത്. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോകാൻ നേരത്ത് അവൾ പറയും, നമ്മളിനി വീണ്ടും കാണില്ല. ശരിക്ക് അവൾക്ക് അവനോട് ഇഷ്ടമില്ലെന്ന് ഒരൊറ്റയടിക്ക് പറയാനുള്ള മടി കൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. തിരിച്ച് വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന നേരത്താണ് മുന്നിൽ തന്നെ ഹീറോ വന്ന് നിൽക്കുന്നത്. എന്നാൽ കൂടുതലൊന്നും സംസാരിക്കില്ല. കൂടുതലെന്നല്ല, ഒന്നും സംസാരിക്കാതെ അവളെ പാസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകും. അന്ന് രാത്രി നമ്മുടെ ആള് അവളെ കോൾ ചെയ്ത് ചോദിക്കും, നിന്നെ ഇന്ന് കാണാനായിട്ട് വന്ന ആൾ ആരായിരുന്നു? അവൾ പറയും, മുന്നേ എൻ്റെ കൂടെ ഡേജോങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കടം വാങ്ങിയിരുന്നു, അത് തിരിച്ചു തരാനാണ് ഇപ്പോൾ വന്നിരുന്നത്. എന്നാൽ അവർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രണയത്തെക്കുറിച്ചൊന്നും അവൾ സംസാരിക്കുന്നില്ല. അങ്ങനെ അവളോട് സംസാരിച്ച് മഴയത്ത് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഡിറ്റക്റ്റീവ് കിമ്മും ഹീറോയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. പഴയ കൂട്ടുകാരനെ കുറേ കാലത്തിന് ശേഷം കാണല്ലേ, കുറച്ചധികം സംസാരിക്കാനായിട്ട് അവർക്കിടയിലുണ്ട്. അന്നേരം ഹീറോ എന്തോന്ന് എടുക്കാനായിട്ട് കബോർഡ് തുറക്കുന്ന നേരത്ത് ഇസ്തിരിപ്പെട്ടിയുടെ
വയറ് പുറത്തേക്ക് വീഴുന്ന കാണാം. പെട്ടെന്ന് തന്നെ അതെടുത്ത് അതിനകത്തേക്ക് ഇട്ട് അടച്ചു കളയും. കിമ്മാണെങ്കിൽ ഹീറോ പണ്ട് പറഞ്ഞിട്ടുള്ള ഗോൾഡ് ബാഗ് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കും. നമ്മുടെ ആൾ പറയും എനിക്ക് ഇതുവരെ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ശരിക്കും അവൻ ഹീറോയുടെ മുന്നിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നാണ്, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്നാണ് അവൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിം കല്യാണം കഴിച്ചതിനെ കുറിച്ചും ഡിവോഴ്സ് ആയതിനെ കുറിച്ചും നീ എന്തേ കല്യാണം കഴിച്ചില്ല എന്നതിനെ കുറിച്ച് ഓരോന്ന് സംസാരിച്ച് വെള്ളമൊടിച്ച് അവരവിടെ തന്നെ കിടന്നുറങ്ങിപ്പോവും. പിറ്റേന്ന് രാവിലെ കെട്ടിറങ്ങിയിട്ട് എഴുന്നേൽക്കുന്ന കിം കാണുന്നത് ഹീറോയുടെ ദ പെർഫെക്റ്റ് നമ്പർ എന്നുള്ള പുസ്തകമാണ്. ആ വലിയ പുസ്തകമാണ്. അവൻ അത് തുറന്നു നോക്കുന്ന നേരത്താണ് സുസുമി ഹീറോക്ക് അയച്ചിരുന്ന കത്ത് അതിൽ കാണാം. നിങ്ങൾ ചെയ്തതിനെല്ലാം നന്ദി എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ആരെഴുതിയതാണ് കിമ്മിന് മനസ്സിലാവില്ല. പെട്ടെന്നാണ് ഹീറോ അകത്തേക്ക് കയറി വരുന്നത്. കിം പെട്ടെന്ന് തന്നെ പുസ്തകം അടച്ചു വെച്ച് അവിടെ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും. നിന്റെ അയലത്തെ പെണ്ണ് എന്നെ കുറച്ച് പാട് പെടുത്തുന്നുണ്ട്. ശരി, അവൾ തന്നെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. നീ ഇപ്പോഴും ആ കൊലപാതകയായ പെണ്ണുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണമല്ലേ ഉച്ചഭക്ഷണമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നത്? എന്നാൽ പിന്നെ നീ പെട്ടെന്ന് തന്നെ മാറ്റിക്കോ, നിനക്ക് സ്കൂളിൽ പോകണ്ടല്ലേ, നിന്റെ കൂടെ സ്കൂൾ വരാൻ ഞാനും കൂടെ വരാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെയാണ് സ്കൂളിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ ആൾ എന്നും പോകുന്ന ടണലിൻ്റെ അടിയിൽ കൂടെ അവർ അന്ന് പോകുന്ന നേരത്ത് ഒരു ഭിക്ഷക്കാരനുണ്ട് അവരുടെ രണ്ടുപേരുടെയും പിന്നാലെ കയ്യും കാണിച്ച് വരുന്നത്. കിമ്മിനാണെങ്കിൽ അവൻ എന്തിനാ ഇപ്പം അവരുടെ പിന്നാലെ വരുന്നതെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെയുണ്ട് ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവൻ ഹീറോയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. ഹീറോ ആണെങ്കിൽ ഇന്ന് കഫേയിൽ പോയിട്ട് ഫുഡ് വാങ്ങണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കിമ്മ് പറയും നീ എന്താ കഫേയിൽ പോയിട്ട് ഫുഡ് വാങ്ങുന്നില്ലേ, വാ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കഫേയിലേക്ക് ചെല്ലും. എന്നാൽ കിമ്മിനെ കാണുമ്പോൾ തന്നെ സുസ്മി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അവൻ പറയും ഞാനൊരു പോലീസായിട്ടല്ല വന്നത്, ഞാൻ കസ്റ്റമർ ആയിട്ടാണ്, നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങാനായിട്ട് വന്നാണ്. അതേ സമയത്ത് തന്നെയാണ് അവൻ ആരോ ഒന്ന് വിളിക്കുന്നത്. എന്നാൽ അവരെന്തോ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്പർ എഴുതി വെക്കാനായിട്ട് ഒരു പേജ് ചോദിക്കുന്ന നേരത്ത് അവൾ എടുത്തു കൊടുക്കുന്നത് ഹീറോക്ക് കത്ത് എഴുതി കൊടുത്തില്ലായിരുന്നോ, കത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന അതേ പേജ് തന്നെയാണ് ഈ നമ്പർ എഴുതാനും മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന കിമ്മിന് അപ്പം തന്നെ കാര്യം മനസ്സിലായി. ഇവള് തന്നെയാണ് ഹീറോക്ക് വേണ്ടി ആ കത്ത് എഴുതിയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് അവളുടെ കാമുകനകത്തേക്ക് കയറി വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ഹീറോയുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. എന്നിരുന്നാലും കിം സാധനം എല്ലാം വാങ്ങിയിട്ട് ഹീറോയും കൂട്ടിയിട്ട് അവിടുന്ന് പുറത്തു പോകും. അന്ന് സ്കൂളിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ഹീറോക്ക് ശ്രദ്ധ തീരെ കിട്ടുന്നില്ല. വൈകുന്നേരം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുറേ സമയം അടിയിൽ കിടക്കും. ഇതെല്ലാം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് സുസുമിയുടെ കാമുകൻ ജോലി ചെയ്യുന്ന കടയിലേക്കാണ്. ഡെക്കാത്തലോണൊക്കെ പോലെ വലിയൊരു കടയാണ്. സ്പോർട്സിന്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മുടെ ആളൊരു തൊപ്പിയും വെച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അവിടെ നിന്ന് എന്തോ ഒരു ടൂള്, മഞ്ഞൾ ഉപയോഗിക്കുന്ന എന്തോ ഒരു ടൂൾ എടുക്കുന്ന നേരത്ത് അവൻ വന്ന് പറയും ഇത് എടുത്തോളൂ, ഇത് നല്ല സാധനമാണ്, മഞ്ഞളെല്ലാം പിടിച്ച് കിടന്നോളൂ. പെട്ടെന്നാണ് അവൻ്റെ ഒരു കോള് വരുന്നത്. അതെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ താഴെ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് പോകുന്ന നേരം അവൻ്റെ പിന്നാലെ തന്നെ മറ്റൊരു കാർ കൂടെ പോകുന്നുണ്ട്. കാമുകൻ നേരെ ചെല്ലുന്നതാവട്ടെ സുസുമിയെ കാണാനാണ്. അവൻ അവളുമായിട്ട് ഏതോ ഒരു വലിയ ഹോട്ടലിൽ ചെന്നിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് അസിസ്റ്റന്റ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അകത്തവർ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം ഒരു നടപടിക്ക് പോകുന്ന കാര്യമാണോ എന്ന് അറിയില്ല. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം ശരിക്കും ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുക്കുന്ന ഹീറോയാണ്. ഹീറോ തിരിച്ചു പോകുന്ന നേരത്ത് അവൾ കൊടുത്ത കത്തും അവൾ കൊടുത്തിരുന്ന കമ്പിളി തുണിയും കൂടെ അവിടെ താഴെയിട്ട് കത്തിച്ച് കളയും. കൂടെ തന്നെ നമ്മുടെ ആൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അന്ന് രാത്രി തന്നെ അവൾ തിരിച്ച് വീട്ടിലെത്തുന്ന നേരം ഹീറോ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ പൈപ്പ് ലീക്കാണെന്ന് തോന്നുന്നു, വെള്ളം ചോരുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങളുടെ കറണ്ട് ബില്ല് കുറച്ച് അധികമാണ് വന്നിരിക്കുന്നത്. കറണ്ട് ബില്ലല്ല, വാട്ടർ ബില്ല് കുറച്ച് അധികമാണ് വന്നിരിക്കുന്നത്, ഞാനത് വന്ന് ശരിയാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ വേണ്ടാന്ന് പറയും. അപ്പോഴാണ് ഹീറോ അവളോട് പറയുക നീ ഇന്ന് മേക്കപ്പ് ചെയ്ത് കുറച്ച് അധികമാണല്ലോ. അതേസമയത്ത് കിം ക്രൈം സ്പോട്ടിൽ കേസിനെ കുറിച്ചൊരു തുമ്പും കിട്ടാതിരിക്കുകയാണ്. ഇതെല്ലാം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതാണെങ്കിൽ ഇതിന് ബന്ധമില്ല, ഇതാണെങ്കിൽ അതിന് ബന്ധമില്ല. അവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് ബാഗ് സിദ്ധാന്തം പോലെയാണ് ഇതെല്ലാം ഇപ്പോൾ കിടക്കുന്നത്. അന്നേരമാണ് അസിസ്റ്റന്റ് അങ്ങോട്ട് വന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട, കൊലയാളി എന്ന് സംശയിക്കുന്ന ഒരാൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് സുസുമിയുടെ കാമുകൻ അവളെ വീട്ടിലിറക്കാനായിട്ട് വന്നില്ലായിരുന്നോ, ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നില്ലായിരുന്നോ, അതെല്ലാം നമ്മുടെ അസിസ്റ്റന്റ് ഒളിച്ചു നിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനിപ്പോൾ കാമുകനെ ചെറുതായിട്ടൊരു സംശയം തോന്നിയിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ രണ്ടുപേരും കൂടെ കാമുകനെ ചോദ്യം ചെയ്യാനായിട്ട് ചെല്ലും. അന്നേരം അവൻ പറയും നിങ്ങൾ എന്താ വിചാരിച്ച് ഞാൻ പൊട്ടനാണോ, സുസുമിയെ കിട്ടാനായിട്ട് ഞാൻ അവളുടെ കെട്ടിയവനെ കൊല്ലൂന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കേൾക്കുന്ന അസിസ്റ്റന്റ് പറയും തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള മോട്ടീവ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ നവംബർ 9-ാം തീയതി എവിടെയായിരുന്നു? അതെല്ലാം കേൾക്കുന്ന നേരത്ത് കാമുകനും ഇത് പന്തിയല്ലാന്ന് മനസ്സിലാകും. അവൻ അപ്പം തന്നെ 9-ാം തീയതി എവിടെയായിരുന്നു എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കും. തിരിച്ചു വരുന്ന നേരത്ത് കിം പറയും അവൻ അയാളെ കൊല്ലണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ ആരോ ഒന്ന് കളിക്കുന്നുണ്ട്, അതാരാന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടുന്ന് കിം നേരെ സ്കൂളിലേക്ക് ഹീറോയെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. ഹീറോ ആണെങ്കിൽ ഒരു കുട്ടിയുടെ സംശയം തീർത്തു കൊടുക്കുകയാണ്. അവളോട് കിം ചോദിക്കും പൈതോറസ് പറയുന്നത് എന്തായാലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവക്കാണെങ്കിൽ മനസ്സിലാവില്ല, നിന്റെ സാറിന്റെ ഇരട്ടപ്പേരാണ് പൈതോറസ്. ഇനിയും അവൾ അവിടെ നിർത്തിയാൽ ചരിത്രം മൊത്തം ഇപ്പൊ അവിടെ വീഴുന്നു മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൾ അവിടെ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ കയറാൻ പറയും. അന്നേരം കിം കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹീറോയോട് ചോദിക്കും ഇവിടെയുള്ള അറ്റൻഡൻസിന്റെ പട്ടിക നോക്കിയപ്പോൾ നീ കഴിഞ്ഞ നവംബർ 9-ാം തീയതി ലീവാണ്, 10-ാം തീയതി ആണെങ്കിൽ ഹാഫ് ഡേ ലീവാണ്, അതെന്തായിരുന്നു? എനിക്കൊന്ന് നല്ല ജലദോഷമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ലീവാക്കേണ്ടി വന്നത്. കിമ്മു പറയും നീ ഒറ്റ ദിവസം ലീവാക്കും, അത് ശരി, അടുത്ത ദിവസവും നീ ലീവ് ആക്കില്ല, നീ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ലീവ് എടുക്കുന്നതെന്നാണ് ഇവിടെയുള്ള പ്രിൻസിപ്പാൾ പറയുന്നത്. ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്തൊരു കണക്ക് പോലെയാണ് അവളുടെ ഭർത്താവിന്റെ കൊലപാതകം. ശരിക്കും അവൾ
തന്നെയല്ലേ അവളുടെ ഭർത്താവിനെ കൊന്നേ. പിന്നെയും സംസാരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴാണ് ബില്ലടിക്കുന്നത്. ഹീറോ ക്ലാസ്സിൽ പോകണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നടക്കും. അന്ന് വൈകുന്നേരം സുസുമി ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന നേരത്താണ് ഹീറോയുടെ ഷൂസ് വീടിനകത്ത് കാണുക. ചെന്ന് നോക്കുന്ന നേരത്ത് ഹീറോ അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ലൈൻ ശരിയാക്കാണ്. ശരിക്കും അവൾ പറഞ്ഞാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. പക്ഷേ ഹീറോ വന്നിട്ട് അതിപ്പോൾ ശരിയാക്കാണ്. അതേ സമയത്ത് തന്നെ കിമ്മും അസിസ്റ്റന്റും കൂടെ അവിടെ നിന്ന് കിട്ടിയിരുന്ന ക്രൈം സ്പോട്ടിൽ വെച്ച് കിട്ടിയിരുന്ന തെളിവുകളെല്ലാം ഒന്നുകൂടി എടുത്ത് നോക്കുകയാണ്. അസിസ്റ്റന്റ് പറയും അത് ശരിക്കും ഒരു മോട്ടീവും ഇല്ലാതെ ആരോ എന്തിനോ വേണ്ടി ചെയ്ത ഒരു കൊലപാതകമാണ്. അതുകൊണ്ടാണ് നമുക്ക് കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തത്. അല്ലേലും ഒന്ന് ആലോചിച്ച് നോക്ക്, ആരെങ്കിലും ഒക്കെ ഒരു കൊല ചെയ്തിട്ട് ഇതുപോലൊരു നദിക്കരയിൽ ഇട്ടു പോകുമോ? ഞാൻ അവൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ, അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ ബോഡി ഒരു കല്ലിൽ കെട്ടിയിട്ട് ആ നദിയിൽ ഇറക്കിയേനെ. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഞാൻ അവിടെ കുഴിച്ചിട്ട് തന്നെ. ഇതെല്ലാം കേൾക്കുന്ന കിമ്മ് പറയും ശരിക്കും ആ ബോഡി നമ്മളെല്ലാം കണ്ടുപിടിക്കാനാണ് ഈ കൊലയാളി അങ്ങനെ ചെയ്തെങ്കിലോ. പെട്ടെന്ന് തന്നെ കിമ്മിന്റെ മനസ്സിലേക്ക് എന്തോ ഒരു കാര്യം വന്നിട്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. അവൻ നേരെ ചെല്ലുന്നാവട്ടെ സുസുമിയുടെ കെട്ടിയോൻ താമസിച്ചിരുന്ന ആ റൂമിന്റെ അടുത്തേക്കാണ്, ആ വീടിനടുത്തേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഓണറുടെ അടുത്ത് വന്ന് അവൻ 9-ാം തീയതി ഈ വീട്ടിൽ താമസിക്കുന്ന ആള് 9-ാം തീയതി ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന് ചോദിക്കും. 9-ാം തീയതി അവൻ ഇങ്ങോട്ട് വന്നില്ല, പക്ഷെ വിളിച്ചിട്ട് ഒരു ന്യൂഡിൽസ് അവന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കാനായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ അവനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ അവനെ കണ്ടില്ല, അവൻ ഫോൺ വിളിച്ച് പറഞ്ഞാണ്. അവിടുന്ന് കിമ്മ് നേരെ ചെല്ലുന്നത് ആ ടണലിനകത്തേക്കാണ്. അവിടെ ചെന്ന് നോക്കുന്ന നേരത്തെ ഒരു ടെന്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ആരെയും കാണുന്നില്ല. അതിനകത്താണെങ്കിൽ പാകം ചെയ്ത് വെച്ചിരുന്ന ന്യൂഡിൽസ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ അന്ന് കണ്ടിരുന്ന അവരുടെ പിന്നാലെ വന്നിരുന്ന ഒരു മനുഷ്യല്ലായിരുന്നു, ഒരു ഭിക്ഷക്കാരൻ. അയാൾ അവിടെ കാണാം. അവിടെ നിൽക്കൂന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആ ടണലിന്റെ മുന്നിൽ ഹീറോയെ അവൻ കാത്തു നിൽക്കാണ്. കിമ്മ് കാത്തു നിൽക്കാണ്. ഹീറോ വരുന്ന നേരത്തെ തന്നെ ചോദിക്കും നീ പറഞ്ഞില്ലായിരുന്നോ ഈ ടണലിനകത്ത് ജീവിക്കുന്നവരെല്ലാവരും ക്ലോക്ക് പോലെയാണ്, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഹീറോ പറയും അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീ എനിക്കൊരു മറുപടി തന്നു. ഈ ക്ലോക്കിലെല്ലാം പെട്ടിരിക്കുന്നവർ തിരിച്ചു വന്നാൽ, പുറത്ത് വന്നാൽ അവരാണ് പിന്നെ അവരുടെ സമയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. അത് ഞാൻ കുറച്ചെങ്കിലും ബോധമുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഇവന്മാരെ പോലെയുള്ളവരല്ല. ഞാൻ കൂടുതൽ കെട്ടിമറയുന്നില്ല. നീ ആരെങ്കിലും കൊന്നോ? നമ്മുടെ ആൾ പറയും നീ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഇത് കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അതുമാത്രമല്ല നീ ഇത് കണ്ടുപിടിച്ചാൽ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാനും പോകുന്നില്ല. ഇതേ സമയത്ത് സുസുമിയുടെ കാമുകൻ അവളുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അവള് വിളിച്ചിട്ടൊന്നുമല്ല, അവൻ സ്വമേധയാ അങ്ങോട്ട് കയറി വരുന്നതാണ്. കൂടെ തന്നെ കയ്യിലൊരു പാക്കറ്റ് ഉണ്ട്. അത് തുറന്നിട്ട് അതിൽ നിന്നും കുറച്ച് ഫോട്ടോസാണ് പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അന്ന് ഹീറോ അവരെ ഫോളോ ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലായിരുന്നു, ആ ഫോട്ടോസാണ് അവൻ കാണിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ അതിന്റെ പിന്നിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക് അവളെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ അവളെ വിട്ടു പോയിക്കോ. ഇതെല്ലാം കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഹീറോയാണ്. ഹീറോ തിരിച്ചു വീട്ടിലെത്താനായിട്ട് കാത്തു നിന്ന് അവൾ ഹീറോയുടെ റൂമിലേക്ക് കയറി ചെല്ലും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആള് അവളെയും ക്രോസ് ചെയ്ത് ഓടി വന്നിട്ട് അതിന്റെ ബാക്കിയുള്ള ഫോട്ടോസ് അവിടെ നിന്ന് മറച്ചു വെക്കും. എന്നാൽ അവൾക്ക് അറിയാം ഹീറോ ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. നീയല്ല അയാൾക്ക് ആ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തേ, ഇതെല്ലാം നീ എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയാം, നിനക്ക് എന്നല്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വസ്ത്രം അയച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. പൂർണ്ണമായിട്ട് അയക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ച് അയക്കുമെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. അവനാണെങ്കിൽ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, നമുക്കൊന്നും അറിയില്ലല്ലോ. അവളാണെങ്കിൽ എന്നെ എടുത്തു എന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നോണ്ട് നിൽക്കുകയാണ്. എന്നാൽ ശരിക്കും അവനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവളെ മെല്ലെ മാറ്റി നിർത്തിയിട്ട് വീട്ടിൽ യോന ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. നീ അവളുടെ അടുത്തേക്ക് ചെല്ലെന്ന് പറയും. ഹീറോ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസം രാവിലെ തന്നെ അവളുടെ കാമുകനെയും ഫോളോ ചെയ്തിട്ട് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള പാർക്കിങ്ങിലെത്തും. അവൻ്റെ അടുത്ത് ചെന്ന് നീ സുസുമിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ നീ ആരാന്ന് ചോദിക്കും. നീ അവൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അവന് മനസ്സിലായി ഹീറോയാണ് ഈ ഫോട്ടോകളെല്ലാം അയച്ചിരിക്കുന്ന ആള്. പെട്ടെന്ന് അവൻ ഹീറോയെ അടിക്കാൻ നോക്കുന്ന നേരത്ത് ഹീറോ തിരിച്ചു അടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ആ വഴക്കിന്റെ ഇടയിൽ ഹീറോയുടെ കയ്യിലൊരു വയറുണ്ടായിരുന്നു, ഇസ്തിരിപ്പെട്ടിയുടെ വയറുണ്ടായിരുന്നു. അത് വെച്ച് അവന്റെ കഴുത്തിൽ കുടുക്കി ടൈറ്റ് ചെയ്യാൻ നോക്കും. എന്നാൽ കാമുകൻ ആൾ വിചാരിച്ച പോലെയല്ല, അവനൊരൊറ്റ അടിക്ക് ഹീറോയുടെ തല പിടിച്ച് അവന്റെ കാറിലേക്ക് പറ്റിച്ച് നിർത്തും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഹീറോയെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പൊ ഹീറോയുടെ വീട് പോലീസുകാരെല്ലാവരും കൂടെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം മാറ്റി നോക്കുന്ന നേരത്ത് ചുമരിനോട് അടുപ്പിച്ചിട്ട് ഒരു ചെറിയ മെഷീൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. അതെന്താന്ന് വെച്ചാൽ സുസുമിയും യോനയും അടുത്ത റൂമിൽ നിന്നും സംസാരിക്കുന്നത് കുറച്ചുകൂടെ ശബ്ദത്തിൽ ഈ റൂമിലേക്ക് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടൂളാണ്. കൂടെ തന്നെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഹീറോയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകം ചെയ്തത് ഞാനാണെന്ന് ഹീറോ ആണെന്ന് ഹീറോ ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നത് അന്ന് 9-ാം തീയതി ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവളുടെ റൂമിന്റെ മുന്നിലായിട്ട് അവളുടെ കെട്ടിയോൻ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് അവളുടെ കെട്ടിയോനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ പറയും അവളെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. അവൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അവൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ, ഇതെല്ലാം എനിക്കറിയാം. അതുപോലെ തന്നെ അതും എനിക്കറിയാം. ഹീറോ ഇവിടുന്ന് സംസാരിക്കുന്നതെല്ലാം കിമ്മും അവന്റെ അസിസ്റ്റന്റും കൂടെ തൊട്ടടുത്തുണ്ടായിരുന്ന മുറി വെച്ച് കേൾക്കുന്നുണ്ട്. അസിസ്റ്റന്റ് പറയും നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു സൈക്കോപാത്താണ്, അവൻ അവളുടെ കാമുകനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, സുസുമിയുടെ കാമുകനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ഹീറോ അവിടുന്ന് പറയുന്നത് ഞങ്ങൾ ചുമരിലൂടെ സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പറയും അവൾ അവളുടെ റൂമിൽ നിന്ന് എന്ത് സംസാരിച്ചാലും ഈ റൂമിലേക്ക് ഹീറോക്ക് അതെല്ലാം കേൾക്കാൻ പറ്റും. അങ്ങനെ അവളാണ് ആ റൂമിൽ വെച്ചിട്ട് അവളുടെ ഭർത്താവിനെ കൊല്ലണമെന്നുള്ള കാര്യം പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഹീറോ ഇവിടെ നിന്ന് കേട്ടു. ഹീറോ ഇതെല്ലാം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം
അവൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ പറയുന്നത്. അങ്ങനെ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. പക്ഷേ കൊല ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്നെ വേണ്ട. ശരിക്കും ഞാൻ ആദ്യം അവളെയായിരുന്നു കൊല്ലേണ്ടത്. എന്നിട്ട് അവളെ പറ്റി 2-3 തെറിയും അവിടെ നിന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് സുസുമിയുടെ ഭർത്താവിൻ്റെ കൊലപാതകം ഹീറോ ഏറ്റെടുത്തു എന്നുള്ള കാര്യം ഇവിടെ നിന്ന് സുസുമി അറിയും. അതറിയുമ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ട്. കൂടെ തന്നെ യോനക്കും കരച്ചിൽ വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കിം ഹീറോയോട് 2 വാക്ക് സംസാരിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വരും. മോനെ, എനിക്കറിയാം നീ ഒരിക്കലും അങ്ങനെ ഒരു കൊലപാതകം ചെയ്യില്ല. എനിക്കറിയുന്ന നീ അങ്ങനെ ഒരു കൊലപാതകമേ ചെയ്യില്ല. ശരിക്കും അവളാണ് ആ കൊലപാതകം ചെയ്തിട്ടുള്ളത്. പക്ഷെ അവളോട് അലിവ് തോന്നിയ നീ അവൾക്ക് വേണ്ടിയിട്ട് ആ ബോഡി അവിടെ നിന്ന് മറക്കിയായിരുന്നു. അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നീ ഇതെല്ലാം ചെയ്തേ. ശരിക്കും കിമ്മിന് ഇതിന് മുന്നേ മനസ്സിലായിട്ടുണ്ട് ഹീറോക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. അന്ന് അവര് 2 പേരും കൂടെ അവളുടെ കടയിൽ കഫേയിൽ ഭക്ഷണം വാങ്ങാനായിട്ട് പോയില്ലായിരുന്നു. അന്നേ കിമ്മു മനസ്സിലാക്കിയിട്ടുണ്ട് ഹീറോക്ക് അവളോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം. എന്നാൽ ഇതിനൊന്നും ഒരു തെളിവും ഇല്ലല്ലോ എന്നാണ് ഹീറോ ചോദിക്കുന്നത്. അതിന് കിമ്മു പറയും, ഒരു പെണ്ണിന് വേണ്ടിയാണോ ഇത്രയും ബ്രെയിൻ പവറുള്ള നീ നിന്റെ ജീവിതം തുലയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നത്? നീ ഒരിക്കലും ഇതുപോലുള്ള ഒരു കൊലപാതകം ചെയ്യില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയുന്ന നീ ഇതുപോലെയുള്ള ഒരു കൊലപാതകം ചെയ്യില്ല. എന്നാൽ ഹീറോ ഉറപ്പിച്ചു കഴിഞ്ഞു ഞാൻ ജയിലിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം. എൻ്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരുമെന്ന് ചോദിച്ച് ഹീറോ അവൻ്റെ കയ്യിൽ ഒരു കത്ത് വെച്ച് കൊടുക്കും. അത് സുസുമിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു കത്താണ്. അങ്ങനെ ആ കത്തുമായിട്ട് അവൻ സുസുമിയെ കാണാനായിട്ട് ചെല്ലും. അവളുടെ അടുത്തേക്ക് കത്ത് കൊടുത്തിട്ട് പറയും, അതിലെന്താണ് അവൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അന്ന് എല്ലാവരും നിന്നോട് ചോദിച്ചിരുന്നത് 9-ാം തീയതി നീ എവിടെയായിരുന്നു എന്നാണ്. അന്നെല്ലാം നീ അത്ഭുതത്തോടെ ചിന്തിച്ച് കാണും എല്ലാവരും എന്തിനാണ് ഈ 9-ാം തീയതിയെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. ശരിക്കും കൊലപാതകം നടന്നിരിക്കുന്നത് 8-ാം തീയതിയാണ്. അതും നീയാണ് അയാളെ കൊന്നിരുന്നത്. എന്നിരുന്നാലും അവനൊരു നിരപരാധിയാണെന്ന് നീ വിചാരിക്കേണ്ട. നിനക്ക് വേണ്ടിയിട്ട് അവനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതേത് കൊലപാതകമാണെന്ന് അവൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ കിമ്മു പറഞ്ഞു കൊടുക്കും. അന്ന് 8-ാം തീയതി സുസുമി അവളുടെ ഭർത്താവിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ ബോഡി എവിടെയെങ്കിലും കൊണ്ടിടാനായിട്ടുള്ള പ്ലാനിങ് ഹീറോ തുടങ്ങി. പക്ഷേ ഇതുപോലൊരു ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചാൽ തന്നെ അതെപ്പോഴേലും പോലീസ് കണ്ടുപിടിച്ചാലോ എന്നുള്ളൊരു ഭയം, ഒരു ടെൻഷൻ സുസുമിയുടെ ഉള്ളിലുണ്ടാവും. അതാണെങ്കിൽ ഹീറോക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ കൊല്ലാനായിട്ട് ഹീറോ തുനിഞ്ഞിറങ്ങും. അങ്ങനെ 9-ാം തീയതി അവളുടെ ഭർത്താവിന്റെ അതേ തടിയും വണ്ണവുമുള്ള ഒരാളെ തിരഞ്ഞു നടക്കുമ്പോഴാണ് ആ ടണലിന്റെ അടിയിൽ വെച്ച് ഒരു ഭിക്ഷക്കാരനെ കാണുന്നത്. അയാളുടെ കയ്യിൽ കുറച്ച് കാശ് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അയാൾ ഹീറോയുടെ പിന്നാലെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി ഹീറോ അവളുടെ ഭർത്താവ് താമസിച്ചിരുന്ന വീടിന്റെ ഓണറെ വിളിച്ചിട്ട് അവിടേക്ക് ഒരു നൂഡിൽസ് കൊണ്ടുവെക്കാനായിട്ട് പറയും. അങ്ങനെ അയാളുടെ ഡെലിവറി ആയിട്ടുള്ള നൂഡിൽസ് കെട്ടിയോന്റെ വീടിന്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന നേരത്ത് അങ്ങോട്ട് ഹീറോയും ആ ഭിക്ഷക്കാരനും കൂടെയാണ് ചെല്ലുന്നത്. ഭിക്ഷക്കാരനോട് ആ റൂമിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങാൻ പറയുമ്പോൾ അയാൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങും. അങ്ങനെ അയാളെയായിട്ട് ഹീറോ ചെല്ലുന്നത് ആ നദിക്കരയിലേക്കാണ്. അവിടെ വെച്ച് അവളുടെ ഭർത്താവിന് എങ്ങനെയായിരുന്നോ കഴുത്ത് മുറുക്കി കൊന്നിരുന്ന് അതുപോലെ തന്നെ അയാളുടെ കഴുത്തും ഹീറോ മുറുക്കി കൊന്നുകളയും. എന്നിട്ട് ആ ബോഡിയുടെ ഫിംഗർ പ്രിന്റും മുഖവും മനസ്സിലാകാൻ പറ്റുന്ന എല്ലാ ഭാഗവും കരിച്ചു കളഞ്ഞിട്ട് അവിടെ ഡംപ് ചെയ്യാണ് ചെയ്തത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അവളുടെ കെട്ടിയോന്റെ ബോഡിക്ക് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ നദിയുടെ അടിത്തട്ടിൽ കൊണ്ടുപോയിട്ട് ഹീറോ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. ഒരു കല്ലിൽ കൂട്ടി അടിയിൽ കെട്ടി വെക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യം ഹീറോ ഇതിനു മുന്നേ എപ്പോഴോ ചിന്തിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ചെന്നിട്ട് ഏറ്റവും അടിത്തട്ടിൽ കുറെ സമയം നിൽക്കാനായിട്ട് ഹീറോ പ്രാക്ടീസ് ചെയ്ത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കിമ്മു പറയും, ഇതെല്ലാം അവൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ അവനോട് ഇപ്പം എന്താ ചെയ്തേ? അല്ലെങ്കിൽ അവനിപ്പോൾ നിങ്ങൾ എന്തിനാണ് സഹിച്ചേ? അവൻ നിങ്ങളുടെ അമ്മയാണോ, അനിയത്തിയാണോ, ചേച്ചിയാണോ, അല്ലെങ്കിൽ ഭാര്യയാണോ? ഒന്നുമല്ല, പിന്നെ എന്തിനാണ് അവൻ നിങ്ങളെ സഹായിച്ചത്? ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കിമ്മു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അവൻ അവിടെ നിന്ന് പോകുന്ന നേരത്ത് അവൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടക്കും. തിരിച്ച് നടക്കുന്ന നേരത്താണ് ഹീറോ കൊടുത്തിരുന്ന കത്ത് അവൾ വായിച്ചു നോക്കുന്നത്. ആദ്യമേ ഞാൻ നിന്നോട് ഒരു നന്ദി പറയട്ടെ, നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഹീറോ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഗോൾഡ് ബാഹ്, ആ ഒരു സിദ്ധാന്തം കണ്ടുപിടിക്കാനാണ്, അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനാണ് ഹീറോ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതായി വന്നപ്പോൾ ഹീറോ ആത്മഹത്യ ചെയ്യാനാണ് വിചാരിച്ചത്. ശരിക്കും നമ്മുടെ ആളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്നെ ഈ ഒരു കണക്ക് കണ്ടുപിടിക്കാനാണ്. എന്നാൽ അതിപ്പോൾ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ആ സമയത്താണ് സുസുമി ഹീറോയുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലേക്ക് പുതിയൊരു വാടകക്കാരിയായിട്ട് വരുന്നത്. അവളെ കണ്ട എന്ന് മുതൽ തന്നെ ഹീറോക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നും. എന്നിരുന്നാലും ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു അടി പിന്നോട്ട് മാറുന്നില്ല. അങ്ങനെ വീട്ടിൽ കോട്ടും സൂട്ടും എല്ലാം ഇട്ടിട്ട് കയറെല്ലാം കെട്ടി തൂങ്ങി മരിക്കാനായിട്ട് തൂങ്ങി. ഇനി അങ്ങോട്ട് മരിച്ചാൽ മാത്രം മതി. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കുന്നത്. ചെന്ന് നോക്കുന്ന നേരത്താണ് കാണുക സുസുമി യോനയാണ് വന്നിരിക്കുന്നത്. അവർ പുതിയ വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ പുതിയ അയൽവാസികളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു ലഘു ഭക്ഷണം ഹീറോക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ യോന പറയുന്നുണ്ട്, ഇതെന്റെ ആന്റി ഉണ്ടാക്കിയതാണ്, ഇതിന് പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല, ധൈര്യമായിട്ട് കഴിച്ചോന്ന്. എന്നാലും നമ്മുടെ ആളെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോഴും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലാണ് ചെയ്യുക. അപ്പോഴാണ് സുസുമിയും യോനയും അവരുടെ വീട്ടിലേക്ക് കയറിയിട്ട് സംസാരിക്കുന്ന എല്ലാം ഹീറോക്ക് ഇവിടെ കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ മുതൽ തന്നെ അവിടെ ഒരു മതിലില്ലാതെ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പോലെയാണ് ഹീറോക്ക് തോന്നുന്നത്. അവരെ എല്ലാവരെയും കാണുന്ന പോലെയാണ് ഹീറോക്ക് തോന്നുന്നത്. അങ്ങനെ മരിക്കാനുള്ള ആഗ്രഹം മാറ്റിവെച്ച് അവൾ ജോലി ചെയ്യുന്ന കടയിൽ ചെന്നിട്ട് എന്നും ഭക്ഷണം വാങ്ങാനായിട്ട് തുടങ്ങി. എന്നാൽ ഈ കത്തിന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്, നീ നിന്റെ കാമുകന്റെ കൂടെ തന്നെ ജീവിക്കണം, അവൻ നല്ലൊരു മനുഷ്യനാണ്, അവൻ നിന്നെ നല്ലപോലെ നോക്കും. ഇതെല്ലാം കാണുന്ന അവൾ കരഞ്ഞോണ്ട് തിരിച്ച് ഓടുകയാണ്. കിമ്മിന്റെ അടുത്തേക്ക് ഹീറോയെ കാണാനായിട്ട് ഓടുകയാണ്. ഇതെല്ലാം നീ എനിക്ക് വേണ്ടിയാണോ ചെയ്തതെന്ന് അവൾ അലമുറയിട്ട് പറയുന്നുണ്ട്.
അവൾ ഓടിയെത്തുമ്പോഴേക്ക് പോലീസുകാർ ഹീറോയെ അറസ്റ്റ് ചെയ്ത് കയ്യിൽ വിലങ്ങും വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അവൾ ഓടി വന്ന് ബസ്സിന് ഇടിച്ച് സിയോക്ക് സിയോക്ക് നിക്കെന്ന് വിളിച്ചു പറയും. ഹീറോയുടെ പേരാണ് സിയോക്ക്. ബസ്സിലുള്ളവരാണെങ്കിൽ ബസ് അവിടെ നിർത്തി കൊടുക്കുന്ന നേരത്ത് അവൾ ഹീറോയോട് പറയും, സിയോക്ക് നീ എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം നീ എനിക്ക് വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്, നീ എന്നെ എന്തിനാണ് സ്നേഹിച്ചത്, നീ എനിക്ക് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു തന്നെ. എന്നാൽ അവൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടില്ല. ബസ് അവിടെ നിന്ന് അപ്പം തന്നെ എടുക്കും. ബസ് ദൂരേക്ക് പോകുന്ന നേരം അവൾ വീണ്ടും ബസ്സിന് പിന്നാലെ ഓടുകയാണ്. എന്നാൽ പിന്നാലെ വരുന്ന കിം അവളെ പിടിച്ചു വെക്കും. ഇനി അവൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതുപോലെ ആദ്യത്തെ മൊഴിയിൽ തന്നെ ഒരാൾ ഞാനാണ് കൊല ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അവർ തന്നെയായിരിക്കും കൊലയാളി. പിന്നെ അതൊരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ഈ സിനിമയിൽ പറയുന്നത്. എന്നിരുന്നാലും ഹീറോ ബസ്സിലിരുന്ന് കരയാണ്, അവളെ ആലോചിച്ച് കരയാണ്. ശരിക്കും അവൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് അവസാനം അവൾക്ക് വേണ്ടി തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ. അതാണ് ഇപ്പോൾ ഹീറോയുടെ അവസ്ഥ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ജയിലിലേക്ക് പോകുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് പെർഫെക്റ്റ് നമ്പർ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ താരതമ്യേന കാണുന്ന സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തകരമായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കൊലപാതകം മറയ്ക്കാനായിട്ട് മറ്റൊരു കൊലപാതകം, അതാണ് ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. എന്നാൽ നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കൽ.